ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ചിരിച്ച് ചിരിക്കേ. അടുത്ത പണിയാണ് ഈ മടക്കി വെക്കലല്ല, ബെഡ്ഷീറ്റ് വിരിച്ച് വെക്കൽ. മടക്കാൻ നമ്മൾ പുറത്തൊന്നും യൂസ് ചെയ്യില്ല, അതുകൊണ്ട് മടക്കി വെക്കാൻ അങ്ങനെ ഉണ്ടാകാറില്ല. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതോ കൊണ്ട് നടക്കുന്നതോ ഏതെങ്കിലും ഒരു സാധനം മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം ഇവനത് ഓർമ്മിപ്പിക്കും. അതുപോലെ ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ ഊരി വെച്ച കണ്ണടയാണ്. അതിപ്പോൾ എനിക്ക് മറന്നു പോയി ശരിക്കും പറഞ്ഞാൽ. അതിപ്പം ഇവ കണ്ടതിനെ വേഗം എടുത്ത് തന്നു കണ്ണട പറഞ്ഞിട്ട്. നല്ല വലിയൊരു ക്വാളിറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത പണിയാണിത്. ഈ ഉറങ്ങണിച്ചേരെ ഈ ബോക്സിലുള്ള കളിപ്പാട്ടം അല്ലാതെ ഈ പാഴ്സെല്ലാം എന്തെങ്കിലും പൊട്ടിയ സാധനവും ഇതെല്ലാം അധികം അതിലുണ്ടാവല്. പൊട്ടിയതും പറക്കിയതെല്ലാം അങ്ങനത്തെ എല്ലാം കളിക്കാൻ ഇഷ്ടം. മറ്റേ മുതുവൻ ഇല്ല സാധനം, നല്ല വർക്ക് ചെയ്യുന്ന സാധനമൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കൂല ഇവൻ. എണീക്കുമ്പോഴത്തേക്കും അച്ഛൻ പോയി. 8 മണിയോളം ആവാനായിട്ടുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് എണീക്കുന്നിട്ടാ. ഈ ബ്രഷ് വാങ്ങുന്നതിനെ കാണുമ്പോൾ വിചാരിക്കും പല്ല് തേക്കുന്നു, അപ്പോഴത്തേക്ക് വൃത്തിക്ക് തേക്കുമൊന്നുമില്ല. രണ്ടാമത് ഞാൻ തേപ്പിക്കണം. ഇന്നത്തെ ചായക്ക് ഇതാണപ്പോൾ മീൻകറി, ചിക്കൻ കറി, പിന്നെ ഉരുളി പോരുന്നത്. നമ്മ അങ്ങനെ പറയില്ലേ ഇവിടെ ഉരുളി പോരുന്നത്, നിങ്ങൾ ബാക്കിയുള്ളവരൊന്നും പറയില്ല, നിനക്കറിയില്ല കേട്ടാ. അങ്ങനെ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മളെ കുളിയും കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടിയിലേക്ക്. ഇവന് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് മുടി വാരൽ. ഞാൻ എങ്ങനെയെല്ലാം പിടിച്ച് നിർത്തും. എവിടെയെങ്കിലും പോകുമ്പോഴായാലും മുടി വരാൻ വേണ്ടി പിടിച്ച് നിർത്തും. ഇവന് ഇഷ്ടമല്ല. ഇവൻ അന്നാടും അത് കൈ കൊണ്ട് രണ്ടൂട്ട് ഇങ്ങനെ ആക്കി കുളമാക്കും. എങ്ങനെ വാരി കൊടുത്താലും ഇഷ്ടമല്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു സാധനമാണ്, ലിപ്സ്റ്റിക്ക്. ഇത് 2 ഉണ്ടായിട്ടാണ്. ഇതിൻ്റെ കാർപ്പൊന്നുമില്ല, അതെല്ലാം പോയി. നല്ല സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പല ഷെയ്ഡും ഉണ്ട്. ഇതേപോലെ ലൈറ്റ് ഷെയ്ഡിൽ വേറെതും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കോംബോയിലെ സാധനം വാങ്ങിയത് 100 സംതിങ് ആയിട്ടാണ്. നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിൽക്കും, കുറച്ച് വരെ നിൽക്കും. കൂടുതലും കഴിച്ചാലും കുറച്ച് ബാക്കി ഉണ്ടാവും കേട്ടോ. കുറച്ചേ ഉള്ളിൽ പോലും. ഇത് കിട്ടിയാൽ പിന്നെ സിന്ദൂരും എല്ലാം ഇതിനെക്കൊണ്ട് തന്നെ. ഇതന്നെ എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ്. മുട്ട പുഴുങ്ങട്ടെ. ഇവന് ഞാനൊരു 10-11 മണിയാകുമ്പോൾ മുട്ടയോ ഷെയ്ക്ക് അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കലുണ്ട്. പിന്നെ രാവിലെ ഇല്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊടുക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വരാനെല്ലാം ഉണ്ടായിന്. ഏറ്റവും വലിയ ടാസ്ക് എന്നിട്ട് ഈ പിള്ളേർ കളിച്ച കളിപ്പാട്ടമെല്ലാം എടുത്തു വെക്കൽ. ഇതാണ് റൂം. അടുത്തൊരു ടാസ്ക്കാണ് ഇവൻ ഉറക്കൽ. ഉറങ്ങിയാൽ ഉറങ്ങി, അല്ലെങ്കിൽ ഇല്ല. എന്തോ ഇന്ന് നല്ല ഭാഗ്യം ഉറക്കുന്നുണ്ട്. അമ്മ രാവിലെ പണിക്ക് പോകുന്നതുകൊണ്ട് ചെറിയ ചെറിയ പണികളെല്ലാം എനിക്ക് ബാക്കിയാണ്. ഞാൻ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അമ്മ എന്നെ ആക്കിയിട്ട് പോകും. രാവിലെ ചോറും കറിയെല്ലാം അമ്മ തന്നെ ആക്കലുണ്ട്. പിന്നെ എനിക്ക് കുഞ്ഞിക്ക് എന്തെങ്കിലും വറവ് എന്നുള്ള ഉദ്ദേശത്തിൽ ഈ വെളുത്തുള്ളി ഒരു സൈസ് നോക്കിയിട്ട് ആദ്യമായിട്ടെടുത്ത് ഇങ്ങനത്തെ വെളുത്തുള്ളി കാണുന്നതല്ല, എൻ്റെ കയ്യിൽ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ ഉച്ചക്ക് വറവ്, മീൻകറി, മീൻ പൊരിച്ചത് അങ്ങനെല്ലാം കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. ഇവനൻ എല്ലാം പച്ചക്കറിയും കൂട്ടും, പിന്നെ മീനും ചിക്കനും അങ്ങനത്തെ എല്ലാം തിന്നും. ഇങ്ങനെ വേണം വേണ്ടാത്തതൊന്നുമില്ല. ചില സമയത്ത് ചിലത് തിന്നൂല, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് പൊതുവേ ഒന്നിനോടായിട്ട് അങ്ങനെ ഇഷ്ടമോ അങ്ങനെയൊന്നുമില്ല, എല്ലാം തിന്നും. ഇതാണ് എൻ്റെ ഏട്ടൻ്റെ വീട്. വല്യമ്മയുടെ കോഴി വളർത്തലുണ്ട്, ഫാമാണത്. പണി നടക്കുന്നുണ്ടായതാണ്. അതാണ് ഇങ്ങനെ ഓടെല്ലാം പുറത്ത് വെച്ചിട്ട്. ഇവിടെ വല്യമ്മയില്ലു, അവരെല്ലാം ജപ്പാനിലാണ്, ഏട്ടനെല്ലാം. പിന്നെ ഇവിടെ കുറച്ച് കറിവേപ്പിലായിരുന്നു വേണം പറയാം. കൃഷിയൊന്നല്ല കേട്ടോ, താനേ ആയതാണ്. അത്ര മാത്രമുണ്ട്. ഏടെ നോക്കിയാലും കറിവേപ്പില, നിറച്ചും കറിവേപ്പിലാണ്. ആവശ്യത്തിനെല്ലാം വന്ന് പറിക്കൽ ഇവിടുന്നാണ്. വല്യമ്മ ഇല്ല ഇപ്പോൾ ഇവിടെ. വല്യമ്മ ഏട്ടൻ്റെ കൂടെ ഇപ്രാവശ്യം ജപ്പാനിൽ പോയി. ഇങ്ങനെ വളർന്ന് വലുതായി. മീത്തൊന്നും ഇപ്പം എത്തലേ ഇല്ല പറിക്കാൻ.
ഇതിലുമ്പോൾ ഫുള്ള് കൃഷിയാണ് ഉണ്ടാവൽ. കോവയ്ക്ക ഉണ്ട് ഇതാ, ഓരോന്നോരോന്ന് അങ്ങനെ പിടിക്കുന്നതെല്ലാം ഉണ്ട് ഇതിൽ. ഇവിടെ എല്ലാം ഉണ്ട് കോവയ്ക്ക. മഞ്ഞളും എല്ലാ ഔഷധങ്ങളും എല്ലാം നടും. ഇതെല്ലാം സ്ഥലമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നേട്ടാ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ടാറ്റാ. ടാറ്റയ്ക്ക് കാണാം. ടാറ്റാ. ബൈ ബൈ. സീ യു.